കാസർഗോഡ് പാറക്കട്ടയിൽ തീപിടുത്തം. ഒരേക്കറോളം പുല്ലും മരങ്ങളും കത്തിനശിച്ചു. വീടുകൾക്ക് സമീപമുള്ള ഒഴിഞ്ഞ പറമ്പിലാണ് തീപിടിച്ചത്. ഇപ്പോൾ നമ്മൾ ഇത് ഒരു 3:30 സമയത്ത് നമുക്ക് ഫോൺ വിളി വന്നതാണ്. നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മൾ വിളിച്ചാൽ തന്നെ പറഞ്ഞു തീയിട്ടതാണ്. ഇത് സ്ഥിരമായിട്ട് ആൾക്കാർ തീയിടുന്നതാണ്. തീയിട്ടിട്ട് ലാസ്റ്റ് അവരെ കൺട്രോൾ വിട്ടു പോകുമ്പോൾ നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കുകയാണ്. ശരിക്കും നമുക്ക് പറയാനുള്ളത് തീ ഇടുന്നവർ അതിൻ്റെ പ്രിക്കോഷൻസ് എടുത്തിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഫയർ ബ്രേക്ക് ആക്കിയിട്ട് അവർക്ക് ഏത് ഏരിയ തീയിട്ട് കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് ചുറ്റും ബ്രേക്ക് ആക്കുക. പിന്നെ അങ്ങോട്ട് കടന്നു പോകില്ലല്ലോ. ആ രീതിയിലാണ് അവർ ചെയ്യേണ്ടത്. പക്ഷേ ഇവരെ ഇപ്പം കൂടുതലും കാണുന്നത് ഇങ്ങനെയാണ്. ഇട്ടിട്ട് ഇവർ കൺട്രോൾ പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നിപ്പോൾ മൂന്നാമത്തെ സ്ഥലം നമ്മൾ രാവിലെ 2 സ്ഥലത്ത് പോയി. അരുൺ പാറക്കലുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, ഈ തീ നിയന്ത്രണ വിധേയമായോ? ഇപ്പോൾ തീ അണച്ചിട്ടുണ്ട്. കാസർഗോഡ് പാറക്കട്ടയിലാണ് ഈ തീപിടുത്തമുണ്ടായത്. 3:30 ഇത് ഫയർഫോഴ്സിന് വിളിച്ചറിയിച്ചത്. 2 മണിയോടുകൂടി പ്രദേശത്ത് ഒരേക്കറോളം സ്ഥലത്ത് തീ ആളിക്കത്തുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരേക്കറോളം സ്ഥലത്തെ പുല്ലും മരങ്ങളും ഒക്കെ കത്തി നശിച്ചിട്ടുണ്ട്. സമീപത്തെ നിരവധി വീടുകളുമുണ്ട്. പക്ഷേ വീടുകളിലേക്കൊന്നും തീ പടർന്നില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. ഇതിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ തുടർച്ചയായി ഇങ്ങനെ പറമ്പുകളിൽ തീപിടുത്തം ഉണ്ടാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഫയർഫോഴ്സ് ഇക്കാര്യത്തിൽ പറയുന്നത് ആളുകൾ തന്നെയാണ് ഈ തീയിടുന്നത്. വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കാതെ തീയിടുമ്പോൾ തീ ആളിപ്പടരുകയാണ്. അങ്ങനെ തീ ആളിപ്പടരുന്ന സമയത്ത് ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരുന്നു. ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് ഫയർഫോഴ്സ് പറയുന്നുണ്ട്. പലയിടത്തും ഇങ്ങനെയുള്ള ഒഴിഞ്ഞ പറമ്പുകളിൽ തീ പടർന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വാഹനങ്ങൾ പോലും കടക്കാത്ത സ്ഥിതിയാണ്. ഫയർഫോഴ്സിനെ തീ അണയ്ക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കും. ഇങ്ങനെ തീയിടുന്ന ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഫയർഫോഴ്സ് അറിയിച്ചിട്ടുണ്ട്. ശരി, അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.